ഇന്നേ നമുക്ക് മൂകാംബികയിലും നാട്ടിലൊക്കെ ഒന്ന് പോയി വന്നാലോ. പിന്നെ അതിൻ്റെ കൂടെ അമ്മയുടെ ഒരു സ്പെഷ്യൽ അച്ചാറിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാരറ്റ് അച്ചാറിൻ്റെ റെസിപ്പി ഉണ്ട്. ഇതിപ്പോൾ ചിക്കു ജർമ്മനിയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞങ്ങൾ മൂകാംബികയിൽ പോയിട്ടുണ്ടായിരുന്നു, നാട്ടിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സാണ്. യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എവിടെ പോയാലും വീഡിയോ എടുക്കും. ചിലത് പോസ്റ്റ് ചെയ്യും, ചിലത് പോസ്റ്റ് ചെയ്യില്ല, അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയപ്പം പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. എൻ്റെ ഈ ഡ്രസ്സ് എവിടെ നിന്നാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റുഡിയോ എന്നാണ്, ഓൺലൈനല്ല, ലിങ്ക് തരാനും പറ്റില്ല. വൈകുന്നേരമായിരുന്നു കേട്ടോ ട്രെയിൻ ഉണ്ടായിരുന്നത്. അതുപോലെ ഇവിടുന്ന് പുറപ്പെടുത്തോണ്ടെന്ന് തോന്നുന്നു, ആരുമില്ല ട്രെയിനിൽ. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി രാവിലെ മൂകാംബികയിലെത്തി. മൂകാംബിക റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴാണ് ഇത് റെയിൽവേ സ്റ്റേഷനാണോ എന്ന് പോലും തോന്നി. ഏതോ പറമ്പിൽ കൊണ്ടിറക്കി വിട്ടതുപോലെ ഉണ്ടായിരുന്നു. ഞങ്ങളെ നടക്കാനായിട്ട് നല്ല ദൂരം ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ അവിടുന്ന് ഒരു ടാക്സി വിളിക്കാമെന്ന് വിചാരിച്ചു. ടാക്സിക്കാരൊക്കെ ഇങ്ങനെ വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഇവിടുന്ന് ഒരു ഓമ്നിയിൽ കയറി. ദൈവമേ, കയറിയതേ ഓർമ്മയുള്ളൂ. പറക്കുവാണോ ഓടുവാണോ എന്ന് മനസ്സിലാകാത്തൊരവസ്ഥയായിരുന്നു. ശരിക്കും ഓമ്നി പറന്നു പോകുമോ എന്ന് പോലും തോന്നിപ്പോയി. അത്രയ്ക്ക് സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ആ ഡ്രൈവർ ഫോണിൽ സംസാരിക്കുന്ന സൈത്തരം പറയുന്നുണ്ടായിരുന്നു, സംസാരിക്കരുത്, ഫോണിൽ സംസാരിക്കരുത്, പിന്നെ സ്പീഡ് കുറയ്ക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആദ്യം പറയുന്ന സമയത്ത് മാത്രം ഇച്ചിരി കുറയ്ക്കും, പിന്നെയും കൂട്ടും. മുമ്പിലൊരു ഓമ്നി ഉണ്ടായിരുന്നു, അതുമായിട്ട് മത്സരമായിരുന്നു എന്ന് തോന്നുന്നു. ഞാനാണെങ്കിൽ ഭജനയൊക്കെ എടുത്തിട്ട് അത് കേട്ടിട്ടെങ്കിലും ആൾക്ക് ഒരു സമാധാനം വരട്ടെ. എന്തോ ടെൻഷനിൽ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പോവാം. കുറേ കഴിഞ്ഞപ്പോൾ സൈത്തരം പറഞ്ഞു, ഇനി ഇവിടെ നിർത്തിക്കോ, ഞങ്ങളിവിടെ ഇറങ്ങിക്കോളാം, ഞങ്ങൾ പുറകിൽ നിന്ന് വരുന്ന ഏതെങ്കിലും വണ്ടി കയറിക്കോളാം, ഇവിടെ നിർത്തിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങും എന്ന് തോന്നിയതുകൊണ്ട് പിന്നെ എത്താറായി, അപ്പോഴത്തേക്കും സ്ലോ ആക്കിയിട്ടാണ് പോയത്. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തെന്ന്. അപ്പോൾ അവിടെ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് ഇറങ്ങി. വൈകുന്നേരമായിരുന്നു സമയം, പക്ഷെ എന്നാലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സെ കാണാൻ പറ്റിയിട്ടോ. ഒരുപാട് പേര് വന്ന് സംസാരിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രയും പേരെ കാണാൻ പറ്റുമെന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് മസാല ദോശയും വടയൊക്കെ കഴിച്ച് നേരെ റൂമിൽ വന്ന് കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ എണീറ്റ് ഞങ്ങൾ രാവിലെ ഒന്നുകൂടെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടോ, തൊഴുതിട്ട് വന്നു. നേരെ നാട്ടിലേക്ക് പോവാണ്. വടകരയിലാണ് സൈത്തേട്ടൻ്റെ വീട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. മാംഗ്ലൂരിൽ നിന്നാണ് ട്രെയിൻ ബുക്ക് ചെയ്തത്. അപ്പോൾ നേരെ മാംഗ്ലൂർക്ക് ബസ്സുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ബസ് പിടിച്ച് മാംഗ്ലൂർക്ക് പോകാനുള്ള പുറപ്പാടാണ്. നല്ല രസമായിരുന്നു ബസ് യാത്ര. കാണാനായിട്ട് സൈഡിലൊക്കെ നിറച്ചും കുരങ്ങന്മാരും കാടും ഒക്കെ ആയിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായത്, പറഞ്ഞ സമയത്തൊന്നും നമുക്ക് എത്താൻ പറ്റുമെന്ന് തോന്നിയില്ല. വിചാരിച്ചതിലും കൂടുതൽ സമയം എടുക്കുന്നുണ്ടായിരുന്നു ബസ്സിൽ വന്നപ്പോൾ. നല്ല ബ്ലോക്കായിരുന്നു. ഞങ്ങളുടെ കൂടെ തന്നെ മംഗലാപുരത്ത് നിന്ന് ട്രെയിൻ കയറാനായിട്ട് വേറൊരു ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു, ട്രെയിൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ടെന്ന് ബസ് ഡ്രൈവറോടും കണ്ടക്ടറോടും പറഞ്ഞപ്പോൾ ശരിക്കും ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സപ്പോർട്ടായിരുന്നു അവർ. ഞങ്ങൾ പെട്ടെന്ന് എത്തിക്കാനായിട്ട് പെട്ടെന്ന് ഓരോ സ്റ്റോപ്പിൽ നിർത്തിയിട്ടാണെങ്കിലും പെട്ടെന്ന് പോവുകയും പിന്നെ ഞങ്ങൾക്ക് ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്ത് നിർത്തി തന്നു ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ടൊക്കെ. അങ്ങനെ ഞങ്ങൾ ഓടിപ്പിടിച്ച് ട്രെയിനിൽ കയറി. ഭാഗ്യത്തിന് കിട്ടി. ഞങ്ങൾ എടുക്കാൻ നിൽക്കുന്ന ഒരു ടൈമിലായിരുന്നു കയറിയത്. വീട്ടിലെത്തിയ സമയത്ത് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. മുറ്റത്തെ ഭയങ്കര വഴുക്കലായതുകൊണ്ട് കുമ്മായം വെതറിയിട്ടിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ നിലത്ത് ഈ വെള്ള കളറിൽ കിടക്കുന്നത്. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? വഴുക്കലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുമ്മായം വെതറിയാൽ മതി, അപ്പം വഴുക്കലൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് അത് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നെക്സ്റ്റ് ഡേ വൈകുന്നേരം ഞങ്ങൾ അകത്ത് വെച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. ചിക്കു പോവുമല്ലേ, അപ്പോൾ പോകുന്നതുകൊണ്ട് മരിച്ചവർക്കൊക്കെ ഇങ്ങനെ അകത്ത് വെച്ച് കൊടുക്കുക എന്ന് പറയില്ലേ, അതിനെന്താ വേറെ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെയൊക്കെ അകത്ത് വെച്ച് കൊടുക്കുക എന്നാണ് പറയുക. അപ്പം നമ്മൾ നല്ല പായസവും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പൂജാമുറിയിൽ ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ചിട്ട് വെച്ച് കൊടുക്കും. അപ്പം അതിനുവേണ്ടി ഞാൻ വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലത്തെ അപ്പത്തിൻ്റെ മാവില്ലേ, അതിനകത്തോട്ട് റവയും പഞ്ചസാരയും തേങ്ങയും ജീരകവും കൂടെ അരച്ചതും ഒക്കെ കൂടെ ചേർത്ത് കലക്കി വെച്ചിട്ട് വൈകുന്നേരം വട്ടയപ്പം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുത്തതാണ്. ഞാൻ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം കേട്ടോ. കഴിച്ചാലും മതിയാവില്ല, അത്ര ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ ദിൽക്കുഷൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അകത്ത് വെച്ച് കൊടുക്കാണ്. നോക്കി എന്തെങ്കിലും വിശേഷ അവസരങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ആരും ഉണ്ടാവും. വീട്ടിൽ നിറച്ചു ആളായിരിക്കും. ഇതിപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ.
നെക്സ്റ്റ് ഡേ സൈത്തറിൻ്റെ അമ്മ അച്ചാറുണ്ടാക്കുക കേട്ടോ. ക്യാരറ്റിൻ്റെ അച്ചാറാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മണം അടിച്ചു കഴിഞ്ഞാൽ മാത്രം മതി ചോറുണ്ടായെന്ന് പറയും, അത്ര നല്ല അച്ചാറാണ്. വീഡിയോ പർപ്പസ് ഒന്നും ആയില്ല, അതുകൊണ്ട് എല്ലാം അങ്ങനെ എടുത്ത് പോയി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിപ്പം 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 10-12 വെളുത്തുള്ളിയൊക്കെ എടുത്ത് അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 2 പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കും. അതിനകത്തോട്ട് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കും. വെളുത്തുള്ളി ആദ്യം അങ്ങ് മൂപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ അത് ആ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കും. അത് നന്നായിട്ടൊന്ന് വാടി വരണം. നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂണൊക്കെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ മുളക് പൊടി ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സുർക്ക എന്ന് പറയും, വിനാഗിരി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? ഓരോ സ്ഥലത്തും ഓരോ സാധനത്തിനും ഓരോ പേരല്ലേ. കഴിഞ്ഞ ദിവസം ഒരു റെസിപ്പി ഇട്ടപ്പോൾ കടലപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടലപ്പൊടി എന്ന് പറഞ്ഞിട്ട് പലർക്കും മനസ്സിലായില്ല. കടലമാവാണോ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കടലമാവെന്നേ അല്ല പറയാം, കടലപ്പൊടി എന്നാ പറയാം. ആ പറഞ്ഞ പോലെയാണിതും. ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് അത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അധികമൊന്നും വേണ്ട, ഈ ഒരു അളവിന് ഒരു 2-3 എണ്ണം ഉണ്ടായാൽ മതി. അത് ഡേറ്റ്സ് ചെറിയ കഷ്ണമായിട്ട് അങ്ങ് മുറിച്ചതിലിട്ട് കൊടുത്താൽ മതി. ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന സമയത്ത് സൈത്തറിൻ്റെ പപ്പ ഈ അച്ചാർ ഉണ്ടാക്കും. പപ്പയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഭയങ്കര മണമാണ്, വീട് മുഴുവനും ഈ ഒരു അച്ചാറിൻ്റെ മണമാണ്. ഇത് ഇപ്പോഴല്ല, നാളെ മറ്റന്നാളാവുമ്പം ഈ കുപ്പി തുറക്കണം, അപ്പോഴാണ് അതിൻ്റെ മണം വരിക ശരിക്കും. ഞാനങ്ങനെ അത്ര അച്ചാർ ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ല, എന്നാൽ പോലും ഈ ഒരു അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ മണമാണ് അതിൻ്റെ ഹൈലൈറ്റ്. നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ അതുപോലെ ക്യാരറ്റ് അച്ചാർ? അത് ഇട്ടിട്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് പൊടിച്ചിട്ട് കൊടുക്കണം. ചപ്പാത്തി പലകയിൽ വെച്ച് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് ഒന്ന് ഉരുട്ടി അതിൻ്റെ പരിപ്പ് മാത്രം എടുത്ത് ഇട്ട് കൊടുക്കുകയാണേ. ഇനി നമ്മൾ അവസാനം മേമ്പൊടിക്ക് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ചെറിയ മധുരം വേണം, എങ്കിലേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇത് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി അടച്ചു വെച്ചാൽ മതി. നാളെ അത് തുറന്നാൽ സ്വർഗം, അങ്ങനെ മണമായിരിക്കും. പിന്നെ ഞാനും ചിക്കും കൂടി ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ സമയം ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വീടിൻ്റെ സൈഡിലൊരു ഇരുത്തിയുണ്ട്. ഇവിടെ നല്ല കാറ്റാണ്. ഇത് ഇവിടെ നിന്ന് നേരെ കാണുന്ന കടലാണ് കേട്ടോ. ഈ പറമ്പിൻ്റെ അറ്റം എന്ന് പറയുന്ന കടലിലേക്കായിരുന്നു. പിന്നെ അവിടെ ഹാർബറൊക്കെ വന്നപ്പം സ്ഥലമൊക്കെ അക്വയർ ചെയ്ത് മതിലൊക്കെ കെട്ടി, അങ്ങനെ ആ ഒരു സെപ്പറേഷനായി. ഇല്ലാന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ കാണാൻ നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരെ ഇവിടുന്ന് കടലിലേക്ക് ഇറങ്ങാം. വീടിൻ്റെ പുറകുവശത്താണ്. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു തറവാടാണ് കേട്ടോ. 90 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. ഇതുപോലത്തെ വീടുകളൊക്കെ ഇപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് വളരെ കുറവായിരിക്കുമല്ലോ. എല്ലാവരും വിറ്റൊക്കെ പോകും. അതുകൊണ്ടാണ് ഇവിടുന്ന് എങ്ങോട്ടും പോകാത്തത്. പോയി കഴിഞ്ഞാൽ വീട് നശിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് അമ്മ ഇവിടുന്ന് എവിടേക്കും പോവില്ല. ഈ പുറകിൽ കാണുന്നത് തേങ്ങയൊക്കെ ഇടുന്ന കൂട എന്ന് പറയും കേട്ടോ. നിങ്ങൾ എന്താണ് ഇതിന് പറയുന്നതെന്ന് അറിയില്ല. ഇതിപ്പം മുറ്റത്തിൻ്റെ സൈഡിൽ തന്നെയുള്ള മരിച്ചവരൊക്കെ വേണ്ടിയിട്ടുള്ള തറയൊക്കെയാണ്. ഇവിടെ മുല്ലപ്പൂ ഫുള്ള് വീണ് കിടക്കും കേട്ടോ. മദ്രാസ് മുല്ല എന്ന് പറയുന്ന ഒരു മുല്ലയില്ലേ, അത് നല്ല മണമായിരിക്കും. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഈ ഒരു മദ്രാസ് മുല്ല? മരമുല്ല എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ. ആ ഏരിയ മുഴുവനും ഈ ഒരു മുല്ലപ്പൂവിൻ്റെ മണമായിരിക്കും. ആദ്യ മഴയ്ക്കാണ് ഈ ഒരു പൂവ് വിരിയുക. വലിയ മരമായിട്ടങ്ങ് പടർന്ന് പന്തലിച്ച് നിൽക്കും അത്. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ വന്നതാണ്. മുത്തപ്പൻ്റെ അമ്പലമില്ലേ, കണ്ണൂരാണ്. ഞങ്ങളെ വീട് വടകരയാണ്. വടകര ചോമ്പാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. പറശ്ശിനിക്കടവ് എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. കോളേജിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ എപ്പോഴും വരുന്ന ഒരു അമ്പലമായിരുന്നത്. ഞാനിവിടെ കണ്ണൂർ പയ്യന്നൂർ കോളേജിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും വരാറുണ്ട് ഇവിടെ അമ്പലത്തിൽ. നാട്ടിൽ വന്നാൽ എപ്പോഴും വരാറുണ്ട് ഇവിടെയും ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ എല്ലാവരും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളുടെ കുടുംബക്ഷേത്രമുണ്ട് ഇവിടെ, അവിടെ കയറി എപ്പോഴും വരുമ്പോഴും വരാറുണ്ട് ഇവിടെ. അമ്പലം തുറന്നിട്ടില്ല, വൈകുന്നേരമേ തുറക്കുള്ളൂ. ഉച്ച സമയമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ കയറി പ്രാർത്ഥിച്ചു. നല്ല രസമാണ് ഈ ഒരു അമ്പലത്തിൽ വന്നാൽ. നമുക്ക് ഭയങ്കര ഒരു പീസാണ് നമ്മുടെ മനസ്സിന്. ഇതിൻ്റെ ഈ കാടിൻ്റെ ഒച്ചയൊക്കെയാണ് ഇതിനിവിടെ ഉണ്ടാവുക. ഈ ചീവീട് കരയുന്ന ഒച്ചയൊക്കെ ഇല്ലേ. പിന്നെ ഇവിടെ ഒരു നാഗത്തറയൊക്കെ ഉണ്ട്. അപ്പം പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു. സൈത്തറിൻ്റെ അനിയൻ്റെ മക്കളെയും കൂട്ടിയിട്ട് ബീച്ചിൽ വന്നതാണ്.
ഹൈദറിൻ്റെ വീട്ടിൻ്റെ പുറകിൽ തന്നെയുള്ള കടലാണിത്. അപ്പോൾ ഞങ്ങൾ ഇന്നും കൂടെ ഇവിടെ നിന്ന് നാളെ രാവിലെ കോഴിക്കോട് അമ്മയുടെ അടുത്താണ് പോകുന്നത്. അവിടെ മീൻചന്ത ഫ്ലാറ്റിലാണ് അമ്മ താമസിക്കുന്നത്. 2 ദിവസം അവിടെ താമസിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോകും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു കാര്യം എന്താണെന്നറിയാം, മൂകാംബികയിൽ മാംഗ്ലൂർക്കുള്ള ബസ് യാത്രയാണ്. അത് മനസ്സൊന്നും അങ്ങോട്ട് പോകുന്നേയില്ല. ആ ബസ്സിലുള്ള ഡ്രൈവറും കണ്ടക്ടറും എന്ത് നല്ല മനുഷ്യരാണ് അവർ. ഞാൻ ഇതൊരിക്കലും കണ്ടിട്ടില്ല ഇതുപോലെ യാത്രക്കാർക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് ബസ് വേറൊരു സ്ഥലത്തേക്ക് സ്പീഡിൽ പോകുന്നതും. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ എത്തിച്ചു തരാൻ, പേടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര ഞങ്ങളെ സമാധാനിപ്പിച്ച് വണ്ടി ഓടിച്ചു പോകുന്ന ഒരു ഡ്രൈവറെയും കണ്ടക്ടറെയും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ആ ബസ്സിൻ്റെ പേരെന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല, അതുപോലും നോക്കാനുള്ള സാവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലല്ലോ. ഒന്നുമില്ല, നമുക്ക് ആ ട്രെയിൻ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവർ കാണിച്ച ആ ഒരു ആത്മാർത്ഥതയും സ്നേഹവും അത് നമുക്ക് തരുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതുപോലെ ആയിരിക്കണം അല്ലേ നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ മുന്നിൽ വരുന്ന ആവശ്യക്കാരെ അറിഞ്ഞ് സഹായിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതുപോലത്തെ സന്തോഷം? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു കാരണമില്ലാതെ ഉള്ളിൽ നിന്നൊരു ആനന്ദം തിരതല്ലും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.